താജ്മഹൽ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ആഗ്ര ഫോർട്ട് കാണാനാണ്. ഷാജഹാന്റെ കൊട്ടാരം. ഓക്കെ, ഇങ്ങോട്ട് കയറാൻ പോവാണ്. ഇതാണ് ആഗ്ര ഫോർട്ട്. ഇങ്ങനെ കിടക്കുക, പന്തലിച്ച് കിടക്കുക. പ്രയാഗ, പ്രണവ്, ഹബി. ക്യൂ നിന്നപ്പോൾ ക്യൂ മാറിപ്പോയി. ഞാനും പോയി, ജെൻസിൻ്റെ ക്യൂ പോയി നിന്നു. അപ്പോഴത്തേക്ക് ഒരു ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഭയങ്കര വലിയ ഫോട്ടോ. ഉള്ളിൽ കയറി ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പുറമേ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. 5 മണി വരെയേ ഉള്ളൂ ഇതെല്ലാം തുറന്നിരിക്കുള്ളൂ. ഇപ്പോൾ ഓൾറെഡി 4 മണിയായി. കുറച്ച് കഴിയുമ്പോൾ ഒരു എൻട്രി ക്ലോസ് ചെയ്യും. അവിടെ നിൽക്കാം. രേഖ, നീ പെൺകുട്ടിയല്ലേ? ഹായ് പറ. ഹായ്, ബാ. ഓക്കെ, പിടിക്കണ്ട അതൊക്കെ. ടിക്കറ്റ് കൊണ്ട് തരാൻ വേണ്ടി പ്രണവ് ഓടി വന്ന. ഓക്കെ, രേഖ ഹായ് പറ. നമ്മളെവിടെയാ ഇപ്പോൾ ഉള്ളത്? ആഗ്ര ഫോർട്ടിലാണ്. എന്നിട്ട് വേറൊന്നും പറയുന്നില്ല ആഗ്ര ഫോർട്ടിന്റെ കാര്യങ്ങള്. ഇത് പറയാത്ത എന്താ ഒന്നും പറയാത്തെ? ആഗ്ര ഫോർട്ട് കാണണ്ടേ? ആൾ ഉഷാറായി. ഇപ്പം ഇച്ചിരി ക്ഷീണമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്ന് തിരിച്ച് ഉഷാറായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. എന്ത് രസം നോക്ക്. ചുമന്ന കളറിലെ കല്ലുകൊണ്ടാണ് അത് തന്നെ, റെഡ് കളർ. അതെ, കോട്ട മതിലാണ്. സൈഡിൽ കൂടി കോട്ട മതിൽ, ഫുള്ള് ചുറ്റി കോട്ട മതിലുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇതിങ്ങനെ വന്ന് ഇതിൻ്റെ ഇടയ്ക്കിടേക്കുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പീരങ്കി കൊണ്ട് വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ യാത്രത്തേക്ക് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഓക്കെ. ഹലോ പ്രണവ്. ഹലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ആഗ്ര ഫോർട്ടിൻ്റെ അകത്തെത്തി. നടന്ന് മടുത്തിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. ഇരുന്നിട്ട് ബാക്കി കാണാമെന്ന് വിചാരിച്ചത് മൊത്തം പടക്കമായിരുന്നു. അതുകൊണ്ട് ഇതാണ് ആഗ്ര ഫോർട്ടിൻ്റെ ഉൾവശം. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കുരങ്ങോ അതൊക്കെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുരങ്ങാണോ അറിയത്തില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. കുറേ നടന്ന് കാണാനുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ ഇത്ര ഹൈറ്റൊക്കെ. ഇതാണ് ഉൾവശം. ഞാൻ ഇരിക്കുന്നതിൻ്റെ എൻ്റെ മുഖം നോക്കാം. ഭയങ്കര ക്ഷീണിച്ച് ടയർഡായി ഒരു പരിവായി. ഈ ഇരിക്കാണ്ട് പുറകുവശം ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുക കുറച്ച് നേരം. അപ്പോൾ ഇതുവരെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കയറി വന്നില്ല. ഞാൻ പിള്ളേരുമായിട്ടെങ്കിൽ കയറി വന്നു. വലിയ ക്യൂവാ. അതുകൊണ്ട് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നടക്കമുണ്ട്, ഒരുപാട് നടക്കാണ്ട്. അതിൻ്റെ പുറവശമൊക്കെ ഫുള്ള് താജ്മഹൽ വെണ്ണക്കൽ കൊട്ടാരമാണ്. ഇതൊരു ചുമന്ന കൽ കൊട്ടാരം എന്ന് പറയാം. ഫുള്ള് റെഡാണ്, സ്റ്റോണാണ് മൊത്തം. ഇവിടെയാണ് നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി ജീവിച്ചിരുന്നത് മുംതാസിനോടൊപ്പം എന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ഈ റെഡ് ഫോർട്ടിൽ നിന്ന് താജ്മഹലിൽ മുംതാസ് മരിച്ച് മുംതാസിനെ താജ്മഹലിൽ കുടീരം ഉണ്ടാക്കി താജ്മഹലിലേക്ക് നോക്കി കിടക്കുന്ന ഒരു മുറിയിൽ റെഡ് ഫോർട്ടിൽ നിന്ന്, അല്ല റെഡ് ഫോർട്ട് മീൻസ് റെഡ് ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ടല്ല ഈ ആഗ്ര ഫോർട്ടിൽ നിന്ന് താജ്മഹലിനെ നോക്കി കിടന്നാണ് പോലും ഷാജഹാൻ ചക്രവർത്തി മരിച്ചത്. ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ നോക്കിയാൽ ഈ ആഗ്ര ഫോർട്ട് കാണാം, ആഗ്ര ഫോർട്ടിൽ നിന്ന് താജ്മഹലും കാണാം. അതുപോലെയാണ് ഈ യമുന നദിയുടെ കരയിലാണ് ഈ 2 നിർമ്മിതിയുള്ളത്. അപ്പോൾ നല്ല വശത്തേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറിയിൽ താജ്മഹൽ നോക്കി കിടന്നാണ് പോലും ഭാര്യയെ സ്നേഹിക്കുന്ന ആ ഭർത്താവ് മരിച്ചത്. ഷാജഹാൻ്റെ കുടീരവും ശവകുടീരവും താജ്മഹലിൽ തന്നെ ഉണ്ട്. ഷാജഹാനെയും മുംതാസിനോട് ചേർന്ന്, മുംതാസിൻ്റെ ടൂമ്പിനോട് ചേർന്ന് തന്നെയാണ് ഷാജഹാനെ അടക്കിയിരിക്കുന്നത്, അടക്കം ചെയ്തിരിക്കുന്നത്. 2 പേരുടെയും ഉള്ളിലുണ്ട്, താജ്മഹലിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് സിമ്പിൾ ഓഫ് ലവ് എന്ന് താജ്മഹലിനെ പറയുന്നത്. എന്തായാലും അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും താജ്മഹൽ കാണേണ്ടത് തന്നെയാണ്. ആഗ്ര ഫോർട്ടും കാണേണ്ടതാണ്. ഇനി ഇവിടെ വേറെ കുറേ ഹിസ്റ്റോറിക്കൽ ഇതുള്ള കുറേ കാര്യങ്ങളുള്ള വേറെ കുറേ കെട്ടിടങ്ങൾ, ഫോട്ടോകളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഫോട്ടോകൾ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാവരെയൊക്കെ തന്നെ ഏകദേശം ഒരേ മാതൃകയിലുള്ള നിർമ്മിതിയും കാര്യങ്ങളുമാണ്. ഇത് രണ്ടുമാണ് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളതും കാണേണ്ടതും ഒക്കെ. അതുകൊണ്ട് എല്ലായിടത്തും ഒന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണം. ഇനി ഉള്ളിൽ ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ വലിയ ഒരു കൂറ്റൻ മതിൽ 2 സൈഡിലും. പണ്ടൊക്കെ ആൾക്കാർ എത്ര സേഫ് ഗാർഡ് ചെയ്താണ് കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? ശത്രുക്കൾ പോലും വന്ന് ആക്രമിക്കാതിരിക്കുന്നത്. വളരെ
ഉള്ളിലേക്ക് പോവാം. ഇന്ന് നടന്ന ഇടപാട് തീർന്നു. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാൻ എനിക്കിഷ്ടമാണ്. കാല് വയ്യെങ്കിലും നടത്തുന്നു മീൻസാലും കാണാന്നുള്ളത് ഒരാവശ്യമാണ്. അപ്പം എടക്കൽ ഗുഹ പോയപ്പോഴും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഇത് വല്ലപ്പോഴൊക്കെ ഇല്ലേ നമുക്ക് മഴപ്പോഴും ഇല്ല, ചിലപ്പോൾ ഇതൊക്കെ വൺസിൻ്റെ ലൈഫ് ടൈം ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ കാണാമെന്നുള്ളതാണ്, എൻജോയ് ചെയ്യുക. ഈ വലിയ പതിൽ അതിന് മുകളിലേക്ക് പിന്നെ കംപ്ലീറ്റ് അതൊക്കെ പിന്നീട് ഉണ്ടാക്കിയാൽ തോന്നും. ഓക്കെ, ഇടയ്ക്ക് ചൊവ്വയും എൻ്റെ ഫോണൊക്കെ അതിലെ പോകുന്നുണ്ട് നടക്കുന്നതിൻ്റെ ഇതിൽ. ഫോർട്ടിൻ്റെ ഈ സൈഡിൽ വ്യൂ, ഈ സൈഡിൽ ഇവിടെ വേൾഡ് ഹെറിറ്റേജ് മോണ്യുമെൻറ്റ് ആഗ്ര ഫോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എവിടെ അതിനകത്ത് പോയിട്ട് ഇങ്ങോട്ട് വരാം. 16 കോട്ടയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയണേ. അപ്പോൾ പണ്ടത്തെ ഓരോ മുറികളും കാര്യങ്ങളൊക്കെയാന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇതേ വേറൊരു കോട്ട, ഇതിനകത്ത് 16 കോട്ട എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഫോർട്ടുകൾ പോലെ ആയിരിക്കും. ഓ, എന്തൊരു വലിയ വാതിലാ! കോട്ടെ എന്താ ഹൈറ്റ് നോക്കി, ഫുള്ള് തടിയാണ്. ആ ലോക്ക് തന്നെ കണ്ടോ? ഇതൊക്കെ ആര് ബ്രേക്ക് ചെയ്ത് കയറണ്ട? ഓ നോക്ക്, ആരൊക്കെ ഇത് ബ്രേക്ക് ചെയ്ത് കയറുമ്പോ എന്നാ വലിയ വാതിലാ! ആന പിടിച്ചാൽ പോരില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇങ്ങനെ മൊത്തം കോട്ടകൾ. ഇത്ര ഉള്ളു സംഭവം തോന്നുന്നല്ലേ? ആ ഓക്കെ, ഇത് ഗാർഡൻ പോലത്തെ ഏരിയ ആണ്. അപ്പുറത്ത് താമസിക്കാനുള്ള കെട്ടിടം അപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നു. താജ്മഹലിൽ കണ്ട പോലത്തെ മാർബിൾ കൊണ്ടുള്ള കുറച്ച് നിർമ്മിതിയൊക്കെ ദൂരെയുണ്ട്. ആഗ്ര ഫോർട്ടിൻ്റെ ഒരു ഇത് നമ്മൾ കയറി വന്ന വഴി, ഇതാണ് കയറി വന്ന വഴി. ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും നടന്ന് മടുത്തോണ്ട് ഇവിടെ ഇരിക്കാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ചുറ്റി അവിടെ എന്തോ ഒരു ഫോർട്ട് പോലെ, അത് അങ്ങോട്ട് കടത്തത്തില്ല, അടച്ചിട്ടേക്കാട്ടോ, അടച്ചിട്ടേക്ക്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയില്ല, അവിടെ ഒരു ഇടനാഴി പോലെ അതിൻ്റെ ഉള്ളിൽ കടത്തുന്നുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ പതിയെ തിരിച്ചു പോകാൻ. ഇതാണൊരു ഏരിയൽ വ്യൂ എന്നോ എന്തെങ്കിലും പറയാം, 360 ഡിഗ്രി വ്യൂ ആണ്. ഇതിന് അങ്കുരി ബാഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസം, നീറ്റായിട്ട് ചെടിയൊക്കെ കട്ടി വെച്ചിട്ടുണ്ട്, നീറ്റായിട്ട് നല്ലൊരു ഗാർഡൻ, വെൽ മെയിൻറ്റൈൻഡ്. അതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആരും തോന്നുന്നു ആൾക്കാർ താമസിക്കുന്ന ഏരിയ. ഇവിടെ ആരുടെയൊക്കെയോ ടൂമ്പോ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്, പോയി നോക്കാം. ഇങ്ങനെ നടക്കണം കുറേ ദൂരം. ആയിക്കോട്ടെ, ഇത് ഇവിടുത്തെ എന്തോ ഒരു കിണറാണ്, ബാവലി സ്റ്റെപ്പ് വെല്ലാണ്. ഓ, ദിവാനിയാണ്. ഇതിനകത്തേക്ക് എന്താണെന്ന് ഇതിനകത്തേക്ക് കാണത്തില്ല മൊത്തം. ആ, അതിൻ്റെ അടിയിൽ വെള്ളമുണ്ട് കേട്ടോ, ഇപ്പോഴും വെള്ളമുണ്ട്, കാണത്തില്ല. ഫോണിൽ നമുക്ക് നോക്കിയാൽ കാണിക്കത്തില്ല, ഫുള്ളി ഇരുട്ടാണ്. പക്ഷേ അകത്ത് വെള്ളമുണ്ട്, ഇപ്പോഴും വെള്ളമുണ്ട്. എന്നാ വലിയ കിണറാണ്, എന്നാ വലിയ റൗണ്ടാന്ന് നോക്കി, ഫുള്ള് കിണറായത്. ഇത്ര റൗണ്ടിലാന്ന് ഇറങ്ങിപ്പോവാം. സ്റ്റെപ്പ് വെല്ലാണ്, ഇറങ്ങിപ്പോകാവുന്ന ഇതാണ് അല്ലേ? അതിൻ്റെ അകത്തൊരു ഗുഹയുണ്ട്, അതിനകത്ത് ഇറങ്ങിപ്പോവാം അല്ലേ? നമുക്ക് ഇറങ്ങി പോകാവുന്നതാണ്. അതിനകത്ത് വെള്ളമുണ്ട് അല്ലേ? ചെറുതായിട്ട് ഉണ്ട്, കാണത്തില്ല, നോക്കിയാൽ ചെറുതായിട്ട് വെള്ളം കാണാവുന്നേ ഉള്ളൂ.
നമുക്ക് ഓക്കെ. അവിടെ അങ്ങനെയൊന്നുമില്ല, അങ്ങോട്ട് അടച്ചിട്ടേക്കും, അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. ഇനി ആ ഗേറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയാന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഒന്നും ഇരിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദിവാനയ്യ, ഇങ്ങോട്ടുള്ളത് ദിവാനയ്യ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണോ എനിക്കറിയില്ല. എനിക്ക് ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആയിരിക്കണം മേ ബി. അതെ, അവിടെ ഒരു പീരങ്കി ഉണ്ട്. പീരങ്കി അവിടെ അടുത്ത് പോയി നോക്കാം. ഇവിടെ ഇതെന്താണെന്നൊക്കെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദിവാനിയ ഇതിൻ്റെ ഇംഗ്ലീഷ് ഇവിടെയുണ്ട്. ഓക്കെ, ഹിന്ദി അതൊന്നും വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ അറിയത്തില്ല. ഇതെൻ്റെ ഇംഗ്ലീഷിൽ എന്താണ് ഈ സംഭവം എന്ന്, അതായത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന സാധനമാണ്, എന്താണെന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ അവിടെ ഒരു പീരങ്കി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ശത്രുക്കൾ വരുമ്പോൾ പീരങ്കി കാണുമല്ലോ, അപ്പോൾ അതാണ് പീരങ്കി കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇരുമ്പിൻ്റെ പീരങ്കിയാണ്. ഉണ്ട് പീരങ്കി വെച്ച് പണ്ട് വെടികൊണ്ടൊക്കെ എത്തുകൊണ്ടിരുന്ന പീരങ്കി, വലിയ ഭീകരനൊരു പീരങ്കിയാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു സംഭവം, അത് ആരുടെയും ശൗര്യമാണെന്ന് അറിയില്ലെന്ന് പോയി നോക്കാം. പീരങ്കി കാണാൻ പോവുകയാണ് അച്ഛനും മക്കളും കൂടി. അവരത് പോയി കാണട്ടെ. ഞാനപ്പോൾ ഇതെന്താ സംഭവം നോക്കാം. ശൗര്യമാണെന്ന് തോന്നുന്നു. അതെന്താണെന്നുള്ള അവിടെ വച്ചിട്ടുണ്ട്, ഒരു ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം സൗണ്ടാ. കോൾവിൻസ്, ജോൺ റസൽ കോൾവിൻസ് ഗ്രേവ്. ഇതേതോ ഫോറിനറുടെ ഗ്രേവ് ആണല്ലോ. ജോൺ റസൽ കോൾവിൻസ് ഗ്രേവ്. അദ്ദേഹം ആരാണെന്നോ എനിക്ക്, എൻ്റെ ഹിസ്റ്ററി നോളജ് ഇച്ചിരി പരിതാപകരമായതുകൊണ്ട് അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. ആരാണെന്നറിയില്ല. ഗവർണറായിരുന്നു കേട്ടോ. അവിടെ ഉണ്ട്. ഇൻ മെമ്മറി ഓഫ് എന്തോ ഒരു എഴുതിയിട്ടുണ്ടല്ലോ, റസൽ കോൾവിൻ. അത് ഇവിടുത്തെ ഗവർണർ ഓഫ് ദ എന്താണ് ബെസ്റ്റ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചെടുത്തോളൂ. ഗവർണറായിരുന്നു മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഗ്രേവാണ്. ഓക്കെ, ഇനിയുള്ളത് ഈ ഒരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിനകത്തേക്കൊന്നും കടത്തി വിടത്തില്ല. നമുക്ക് ഇവിടെയൊക്കെ കയറി ഇങ്ങനെ ഒരു ഇടനാട് പോലെ. എനിക്കൊന്നും ഇവിടെ ആയിരുന്നായിരിക്കണം ഇവരുടെ രാജ്യസഭ കൂടിക്കൊണ്ടിരുന്നത്. നമ്മൾ പണ്ട് അന്ന് മൈസൂർ പാലസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കാണിച്ചിട്ടില്ലേ, രാജ്യസഭ കൂടുന്ന പോലത്തെ ഒരു ഏരിയ. അതാണെന്ന് എനിക്ക്, അതുപോലത്തെ ഒരു രാജ്യസഭ കൂടുന്ന പോലത്തെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്നിങ്ങനെ ആൾക്കാർ, ഇത് വലിയൊരു ഗ്രൗണ്ട് പോലത്തെ അല്ലേ, അപ്പോൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. മേ ബി ആയിരിക്കാം. സ്റ്റെപ്പൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ വലിയൊരു ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും ആരെയും കടന്നു വരുന്നില്ല. ഈ ഏരിയ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇല്ലെന്ന് തോന്നുന്നു, റൂമുകൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടേക്കൊക്കെ കാണുന്നുണ്ട്. അവിടെ ജനൽ പോലെ ചെറിയ കിളിവാതിലൊക്കെ മുകളിൽ കണ്ടു. മുകളിൽ കുറച്ച് ജനൽ പോലത്തെ കിളിവാതിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് റൂമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് കേട്ടോ. അതിനകത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ അച്ഛനും മക്കളും തകൃതിയായിട്ട് ഫോട്ടോ എടുക്കുകയാണ് പീരങ്കിയുടെ മുമ്പിൽ. ഞാൻ അവിടെ പോയി നോക്കാം, അകത്ത് കയറി നോക്കാം. അതിനകത്തേക്കുണ്ട് കേട്ടോ, ഒരു വാതിലും സംഭവം കാണുന്നുണ്ട്. ഉള്ളിലേക്ക് പോവാം. അതിനകത്തെ എന്തോ ആണ് കണ്ടോ, നല്ല രസമുണ്ട്. എന്ത് രസമായിട്ട് നമുക്ക് ചെയ്തേക്കുന്നത്. ആ മാർബിളിലുള്ള ഒരു ചിത്രപ്പണി കണ്ടില്ലേ, കളർഫുള്ളായിട്ട്. ചിത്രപ്പണിയല്ല, ഇതെന്തോ എൻഗ്രേവ് ചെയ്തേക്കുവാണെന്ന് തോന്നുന്നു. എന്ത് രസം. വാ, താജ്മഹൽ മൊത്തം ഇങ്ങനെ തന്നെയാണ് ഉള്ളിൽ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എന്തോ ഇതിനകത്തേക്ക് സ്വന്തം റെയിലും ഒക്കെ. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഇതൊരു മാർബിളിൻ്റെ എന്തോ ഒരു പീഠമാണ്. ഉണ്ട്, ഇങ്ങനൊരു മാർബിളിൻ്റെ ഒരു പീഠമാണ്. എന്താണെന്നറിയത്തില്ല. അവിടെ ആയിരിക്കണം രാജാവ് ഇരിക്കണ ഏരിയ ഏതായിരിക്കണം, ഈ ഒരു ഏരിയ ആയിരിക്കണം. ഓക്കെ, പിന്നെ അകത്തേക്ക് ഇങ്ങനെ ജനലുകളും വാതിലുകളും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു സാധനം ഓപ്പൺ ആയിട്ടുണ്ട്.
മുകളിലേക്ക് വല്ലതും കയറി പോകാൻ പറ്റുമോ അറിയില്ല, പോയി നോക്കട്ടെ. ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് അവിടെ നിന്ന്. ഇതെന്തോ ഒരു അകത്ത് കയറാവുന്നൊരു വാതിൽ പോലെ. അതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സ്റ്റെപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ അകത്ത് കയറി മുകളിൽ കയറുന്ന സാധനമാണിത്. ഓക്കെ, അച്ഛനും മക്കളും അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് ഓരോ മോഡൽ. അവർ പീഴിക്കെല്ലാം കാണാൻ പോയിട്ട് അവസാനം ഫോട്ടോവാതിലിൻ്റെ അവിടേക്ക് വന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ഞാനിവിടെ എല്ലാം എങ്ങനെയാണെന്ന് കാണുന്നത്. അതാണ് പീരങ്കി, അടുത്ത് കാണാം. അവരവിടെ വലിയ ഫോട്ടോഷൂട്ടാണ്. അവരോട് വന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ കയറി കാഴ്ച കാണാം. ഇവിടുന്ന് മൊത്തം ഒരു വ്യൂ കാണാം കേട്ടോ. സൂര്യൻ ഇങ്ങനെ പതുക്കെ അസ്തമിക്കുന്നു. നല്ല രസമുണ്ട്. മൊത്തം ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മൊത്തത്തിലൊരു വ്യൂ ആണ് ഇവിടുന്ന്. അത് തൂണൊക്കെ കണ്ടോ, എന്നാ വലിയ തൂണാന്ന് നോക്ക്. എന്നാ വലുപ്പമുള്ള തൂണിൻ്റെ മുകളിൽ എന്തൊക്കെയോ കൊത്തുപണിയാണ്, എന്തൊക്കെയൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇത് കമാനം കണ്ടോ, ഒരു ഷേപ്പ് കണ്ടോ കമാനത്തിൻ്റെ. കുറച്ച് ബാക്കി ഞാൻ കാണിക്കാം. കമാനം കണ്ടോ, ഷേപ്പ് ഉണ്ടോ, കമാനം നല്ല ഭംഗിയുണ്ട്. എന്താ ആ കൊത്തി എങ്ങനെയാണോ അതുപോലത്തെ ഷേപ്പിൽ വളച്ചെടുപ്പ് ഉണ്ടാക്കിയത്. ആ രസമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം മൊത്തം അങ്ങനത്തെ ഷേപ്പിലാട്ടോ കമാനങ്ങൾ മൊത്തം. തൂണുകളൊക്കെ കണ്ടോ, തൂണുകളാണ്. ആ ഉള്ളിൽ സ്റ്റെപ്പ് കയറി പോയി ഒന്ന് നോക്കണം. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാം. അവർ വരട്ടെ, അവർ വരുമ്പോൾ അവർ വന്നോളും. ഞാനൊന്ന് കയറി നോക്കട്ടെ. അത് വെളിച്ചമുണ്ടോ അറിയില്ല, ഒന്ന് കയറി നോക്കാം. എത്ര സ്റ്റെപ്പ് കയറണമെന്ന് എനിക്കറിയില്ല. अंदर जा सकते हैं? आगे से जाना आगे से? ओ उधर से जाना है? इधर से? ये ओनली एग्जिट है. എക്സിറ്റ് ഓക്കെ. ഇതിലെ കയറി പോണ സ്ഥലമല്ല കേട്ടോ, അതിലെയാണ് പോകേണ്ടത്. അപ്പോൾ അതിലേ പോയിട്ട് കാണിക്കും. ഇതുണ്ട് ഇതിനുള്ളിലുള്ള ഈ ഒരു കോറിഡോർ എന്ത് രസം. ചുറ്റി കാണും, എന്ത് ഭംഗിയാണ്. അവർ വന്നിട്ട് അതിലേ പോയി അത് കാണാം. ഞാൻ ഒരു കാഴ്ച കാണിച്ചിരുന്നുണ്ട്. വാലേ ഈ ഫോർട്ടിൻ്റെ മുകളിൽ കൂടി കുരങ്ങന്മാർ പോകുന്നുണ്ടോ. ശത്രുക്കൾക്ക് കടക്കാൻ പറ്റത്തില്ല, പക്ഷെ കുരങ്ങന്മാർ കിടക്കും. വാ, ഇതിനകത്തൂടെയാണ് പോകേണ്ടത്. എൻട്രൻസ് ഇത് റിയൽ, അവരുടെ ആ ഫോർട്ടിൻ്റെ ഏരിയ റിയൽ. ഇതാണ്, ഇവിടെ നിന്നാണ് ഒരു കൊട്ടാരം ഉണ്ടോ, ഇവിടെയാണ് മറ്റിടത്തോടെ ഇറങ്ങി വരുന്നത് ഉണ്ടോ. ഇതാണ് ഇവരുടെ ആൾക്കാർ താമസിക്കുന്ന മുറികളും കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഒരു ഗാർഡനൊക്കെ ഉണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട്. നിലത്ത് വരെ ഇട്ടേക്കണ കണ്ടോ, മാർബിളാ മൊത്തം. ഇവിടുത്തെ ആൾക്കാർ രാജകൊട്ടാരത്തിലെ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളായിരിക്കണം എന്ന് എഴുതിയതൊക്കെ. ഇവിടെ പോയി കറങ്ങി വരാൻ പറ്റും. ഇതാണ് അങ്കൂരി ബാഗ്. അങ്കൂരി ബാഗ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഷാജഹാൻ്റെ അങ്കൂരി ബാഗ് പൂന്തോട്ടം. ഇവിടെ മൊത്തം മലയാളികളാന്ന് തോന്നുന്നല്ലോ. എല്ലാവരും സംസാരിക്കുന്ന മലയാളത്തിൽ കേൾക്കുന്നു. പക്ഷേ അങ്ങോട്ട് പോയോ, ഇതിന് മുകളിൽ കയറി കാണാതെ പോവാണോ? ഓക്കെ, ഇതിലിങ്ങനെ കാണാനുള്ള വഴിയുണ്ട്. രാത്രി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറാം. ഇതെന്താണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് അങ്കൂരി ബാഗിൻ്റെ. സിക്സ്റ്റീൻ 31 തൊട്ട് 1640 AD വരെയുള്ള സമയത്താണെന്ന് തോന്നുന്നു നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കയറി പോകണം. ഇതൊക്കെ മാർബിളാട്ടോ. ഇതെല്ലാം മാർബിൾ ചിത്രപ്പണി ചെയ്തിട്ടുള്ള വേലിക്കല്ല് വരെ മാർബിളാണ്. അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ സംഭവം കേട്ടോ. ഇവിടെ ഒരു മിനാരം കാണുന്നുണ്ട്. ഇതെല്ലാം
ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മതിലുകളുണ്ട്, അതെല്ലാം മാർബിളാണ്. മുകളിൽ കയറണം, അവിടെ എന്തോ കാണാൻ പറ്റും. അതിലൊന്ന് പോയി നോക്കട്ടെ. ഒരാൾ കൂടി നിൽപ്പുണ്ട്, വാങ്ങട്ടെ. അവിടെ എന്തോ കാണാൻ പറ്റും. അത് എക്സിറ്റാണോ? ആൾക്കാരെല്ലാവരും കൂടി നിൽപ്പുണ്ട്. എനിക്കൊന്നും എല്ലാം മുറിയോ വല്ലതും ആയിരുന്നായിരിക്കണം. പോയി നോക്കാം അവിടെ എന്താണെന്നുള്ളത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ പറഞ്ഞു വീടിനെ ഒന്നും എടുക്കണ്ട, എല്ലാവരും പറ്റിപ്പോയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വീടൊന്നും ഇല്ലാണ്ടാണ് പോകുന്നത്. വീടുണ്ടായിരുന്നു ഇതൊക്കെ ചോദിക്കായിരുന്നു. അവിടുത്തെ കുളിമുറിയാണെന്നാണ് തോന്നുന്നത്. ഷിഷ് മഹാൽ, ഇതാണ് ഷിഷ് മഹാൽ. ആൾക്കാർ ഇവിടുത്തെ ലേഡീസ് കുളിച്ചിരുന്ന സ്ഥലമാണോ ഇത്? നമ്മൾ കുളിച്ചും കാണാൻ പോവാണോ? അല്ല, ഓ ഇനി ഇതാണ് ഷിഷ് മഹാൽ. Just see the first door. You see everything, everything is like that. ये first वाला देखो ना, ये पूरा door जो है ये देखिए ऊपर, glitter वाला. The entire place is like that. They put small mirrors, it's all embedded mirrors. നല്ല ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. शीशे की दीवारें हैं. One second. Small mirrors on the wall. ഒന്നും കാണാൻ പറ്റില്ല. ഇതിലെ വെള്ളം നിറഞ്ഞിട്ട് ഈ വെള്ളം ഇങ്ങനെ പോകുന്നു. ആ വെള്ളം ഇതിലേ കൂടിയാണെന്ന് തോന്നുന്നു, പൈപ്പിൽ കൂടിയൊക്കെയാണ് പോകുന്നിട്ട് ഇതിലേ വന്ന് ഈ തോട്ടം മൊത്തം വരുമായിരുന്നെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്നറിയില്ല. ഇതിലേ കൂടി മൊത്തം ഈ തോട്ടം മൊത്തം നനയ്ക്കണ വെള്ളം അതിൽ കൂടി വന്നുകൊണ്ടിരുന്ന പോലെ. അപ്പം നമ്മളവിടെ കണ്ടതുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ കുളിമുറിയൊന്നുമല്ല, എന്തോ ഗ്ലാസിൻ്റെ എന്തോ ഡോറൊക്കെ വെച്ച് ഷിഷ് മഹൽ എന്തോ ഗ്ലാസ്സൊക്കെ വെച്ചേക്കണ ഒന്നുമാണ്. അത് വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ഒട്ടിച്ചേക്കുന്ന കുറേ ഡോറ് പോലെ ഇതുപോലത്തെ കമാനങ്ങൾ പോലത്തെ സംഭവങ്ങളാണ്. എന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അത് കുളിമുറി എല്ലാം എന്നാണ് തോന്നുന്നത്. അവിടെ വേറെ ആരോ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഞാൻ കുളിമുറിയെന്ന്. അതെല്ലാം ഒന്ന് മനസ്സിലായി. എല്ലാം ഓരോരോ സംഭവങ്ങളാണ്. ഓക്കെ, അതിനകത്ത് പോയി കാണാം. അപ്പോൾ അതിനകത്ത് പോയി കാണാം. ഇതിവിടെ എന്തൊക്കെയോ കാണാനുണ്ട്. ഇങ്ങനെയാണോ അങ്ങനെ വരുന്നത്? അല്ലല്ലോ, ഇങ്ങനെയല്ല, രണ്ടെല്ലാം സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു. സെപ്പറേറ്റാണ്, അവിടെ സെപ്പറേറ്റാണ് പോകണ്ടേ. എന്നാ ബാ ഇതിലെ ആദ്യം കാണാം. ബാ, പുള്ളിക്ക് കുറേ ഭാര്യമാരുണ്ടായിരുന്നില്ലേ, അതെല്ലാം ഞാൻ തോന്നുന്നു. അവിടെ ഓരോരുത്തരും ജീവിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെയാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയയാണ് മാർബിളിൻ്റെ. അതെന്തൊരു മിനാരാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ യമുന നദി കാണാം, താജ്മഹലും കാണാൻ തോന്നുന്നു എനിക്ക്. നോക്കട്ടെ, ഏതോ ഒരു എൻജിന്ന് നോക്കിയാൽ താജ്മഹൽ കാണാം. ഇത് ജഹാനാര, ഇതിന് എഴുതിച്ചേക്കുന്നത് ജഹാനാര എന്നാണ് എഴുതിച്ചേക്കുന്നത്. ഏതൊക്കെ എന്താ ജഹാനാര എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് എന്താണെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ജഹാനാര. ഇതിലേ പോയാൽ പുറത്തേക്കുള്ള വ്യൂ ഉണ്ട്, യമുന നദിയൊക്കെ കാണാം. യെസ്, ഇവിടെ നോക്കിയാൽ താജ്മഹൽ കാണാം. താജ്മഹലാണ് ഇവിടെ. താജ്മഹലിൻ്റെ വ്യൂ ആണ്, യമുന നദി ആൻഡ് താജ്മഹൽ. കാണാമോ? വ്യൂ ഉണ്ടോ? ഇല്ല. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെയുണ്ട്. ഇവിടെ നിന്ന് കാണിക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ സൂം ചെയ്യാൻ ഇത്രയും സൂമുള്ളൂ. കണ്ടു താജ്മഹൽ കാണാം. ഷാജഹാൻ ഇങ്ങനെ താജ്മഹൽ കണ്ടുകൊണ്ട് കിടന്നാണ് മരിച്ചതെന്നാണ് പറയുന്നത്. ഈ കെട്ടിടത്തിൽ, ഈ കൊട്ടാരത്തിൽ, ഈ ഫോർട്ടിൽ, ആഗ്ര ഫോർട്ടിൽ താജ്മഹൽ കണ്ടുകൊണ്ട് കിടന്ന് മരിച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് താജ്മഹൽ കാണുന്നുണ്ട് ഇവിടുന്ന് നേരെ കാണാം. കണ്ടോ? ഇതെല്ലാം മാർബിളാണ്. ഇതും ഇങ്ങനെ ഉണ്ട്. എല്ലാം മാർബിളിൻ്റെ ഓരോരോ ഏരിയയാണ്. നമ്മൾ കുറച്ച് നന്നായിട്ട് വ്യക്തമായിട്ട് കാണാം. നല്ല വ്യൂ ആണ് താജ്മഹൽ കാണാം. യമുനയാണ് ആ ഒഴുകുന്ന നദി. സൂപ്പർ വ്യൂ. ആഗ്ര ഫോർട്ടിൽ നിന്നുള്ള താജ്മഹലിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാവ്, ഇതുപോലെയാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം കേട്ടോ. ആഗ്ര ഫോർട്ട്, താജ്മഹൽ. താജ്മഹലിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ചുറ്റി വേറെ കൊച്ചു കൊച്ചു ഫോട്ടോകളുണ്ട്. പക്ഷേ ഇത് നല്ലൊരു വ്യൂ ആണ്. ഞങ്ങൾ സണ്ണ് പോണതിന് മുമ്പ് എടുത്താണ്. ഓക്കെ,
ഇതിനിടയ്ക്കൂടിയാണ് നമുക്ക് പല സ്ഥലങ്ങളിൽ കൂടി കാണാം. ഇതിപ്പോൾ ആഗ്ര ഫോർട്ടിൽ ഓരോരോ മിനാരങ്ങളായിട്ട് ഇങ്ങനെയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കാണാം. ഒരുപാട് കെട്ടിടങ്ങളാണ് പല ചുറ്റി നടന്ന് അടുക്കുന്നുണ്ട്. വാവ്, അച്ഛയുടെ ഫോട്ടോ എടുത്താണ്. സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. ഇത്രേ ഉള്ളൂ. ആഗ്ര ഫോർട്ടിൽ ഇങ്ങനെ പല പല സംഭവങ്ങളാണ് കാണാറുള്ളത്. ഇതിനകത്ത് ഇതുണ്ടോ, ഇങ്ങനെ എന്തൊക്കെ ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് താജ്മഹൽ കാണുന്നത് നമ്മൾ കണ്ടു. അതിനകത്തുള്ള ഏരിയ ഉണ്ട്. പോയി കണ്ട് ഇറങ്ങാനാണ്. ഉത്തമൻ ബുരിയോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഉത്തമൻ ബുർജ്. ഓക്കെ, ഒറിജിനൽ സ്റ്റോണാണ്. ഇതുകൊണ്ട് ഒറിജിനൽ മാർബിളിൽ എംബ്രേഡ് ചെയ്ത് കളറൊക്കെ എംബ്രേഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടിടം. ഇവിടെ നിന്ന് നോക്കിയാലും ദൂരെ താജ്മഹൽ കാണാം. വില്ലേജ് നോക്കിയാലും ദൂരെ താജ്മഹൽ കാണാം. ഏതാ അതിന് കല്ലുകൾ നടക്കുന്നുണ്ടല്ലേ? ഇടയ്ക്കൂടെ കല്ലുകളുണ്ട്. ഇതിനിടയ്ക്കൂടെ എല്ലാം കല്ലുകളാണ്. കല്ലുകൾ വെച്ചിട്ടാണ് പല കളറിലെ കല്ലുകളാണ് കാണുന്ന പോലുള്ള കല്ലുകളാണ്. പണ്ടത്തെ ആ ഒരു അവിടെ എന്തോ ഒരു സംഭവമുണ്ട്. അത് ആരും അടക്കം ചെയ്തതാണോ എന്താണ് പറയില്ല. അവിടെ നിർത്തും മൊത്തം ഒറിജിനൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടി ആ അതിൻ്റെ ഇടയ്ക്കൂടി താജ്മഹൽ കാണാം. പക്ഷേ എനിക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ കൂടി താജ്മഹൽ കാണുന്നുണ്ട് ഇടയ്ക്കൂടി. നല്ല വെയിലായതുകൊണ്ട്. ഇതിപ്പോൾ നമ്മൾ കോട്ടയുടെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ്. കണ്ടോ, കോട്ട ഫുള്ള് ഇങ്ങനെ ചുറ്റി മുകളിലാണ്. ആഗ്ര ഫോർട്ടിൻ്റെ മുകൾ വശത്ത് ഇവിടുന്ന് ഇങ്ങനെ ഒരു പീഠം കണ്ടില്ലേ? എനിക്കൊന്ന് ഇവിടെ ഇരുന്ന് ആൾക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും ചക്രവർത്തി. ഇവിടെ ആൾക്കാരെല്ലാം അവിടെ അസംബിൾ ചെയ്യും. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനി ഈ സൈഡിൽ നിന്ന് നമുക്ക് താജ്മഹൽ നന്നായിട്ട് കാണാം. യമുന നദി താജ്മഹലും ഒക്കെ നന്നായിട്ട് കാണാം. ഇതാണ് കോട്ടയുടെ ഒരു സൈഡ് വശം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുന്ന് താജ്മഹൽ നന്നായിട്ട് കാണാം. നോക്കൂ, താജ്മഹൽ കാണാം. കണ്ടോ, നന്നായിട്ട് കാണാം. ഇത് മൊത്തം കോട്ട പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. ഇതുണ്ടോ, കോട്ട മതിലാണ്. മൊത്തം പ്രൊട്ടക്റ്റഡാണ്. കോട്ട മൊത്തത്തിൽ ചുറ്റി വലിയ മതിൽ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തേക്കാം. കണ്ടോ, ഫുള്ള് വലിയ മതിലിൽ കോട്ട പ്രൊട്ടക്റ്റ് ചെയ്തേക്കാണ്. ചുറ്റി പ്രൊട്ടക്റ്റ് ചെയ്തേക്കാണ്. ഇവിടെ ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞ് ചെടി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് വേറെ മീനാരങ്ങളൊക്കെ ഉണ്ട്. വാച്ച് ടവേഴ്സ് പോലെ മീനാരങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫുള്ളി പ്രൊട്ടക്റ്റഡാണ്. ദൂരെ നമുക്ക് താജ്മഹൽ കാണാം. ഈ താജ്മഹൽ നോക്കി കിടന്നുകൊണ്ടാണ് ഷാജഹാൻ മരിച്ചത്. തൻ്റെ ഭാര്യ അടക്കം ചെയ്തിരിക്കുന്ന കുടീരം നോക്കി കിടന്നാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ്. ഇതാ കോട്ടമതിലുകൾ. ഈ ഫ്രണ്ടിൽ ആഗ്ര ടൗണിൽ കൂടെ ഉള്ള വണ്ടികൾ ചിന്നമന്നെ പോകുന്നുണ്ട്. ഇതാണ് മൊത്തം ഒരു മട്ടുപ്പാവ് എന്നൊക്കെ പറയാവുന്ന പോലെ ആഗ്ര ഫോർട്ടിൻ്റെ മട്ടുപ്പാവിൻ്റെ വ്യൂ ഫുള്ളായിട്ട്. നമ്മളിപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മടുത്തു ഇരുന്നു പോവാ. ഇവിടുന്ന് സമയം കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഇറക്കി വിടുക. ഇതാണ് ആഗ്ര ഫോർട്ട്. സോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഡൽഹിക്ക് പോകും. ഡൽഹിക്ക് പോയി കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു 2 ദിവസം ഉണ്ട്. അവിടെ തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഓക്കെ.
ഇന്ന് ഞങ്ങൾ താജ്മഹലും ആഗ്ര ഫോർട്ടുമാണ് മൊത്തത്തിൽ കവർ ചെയ്തത്. ഇനി ഇറങ്ങി പോവാണ്. ഒന്നുകൂടി ഇത് ഇവിടെ മൊത്തം നോക്കൂ, ഇത്ര ഭംഗിയായിട്ടുള്ള കോട്ടയാണെന്ന് നോക്കും. അപ്പോൾ ഇന്നത്തേക്ക് മതിയൊക്കെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആഗ്ര ഫോർട്ടും രാവിലെ താജ്മഹലും വൈകുന്നേരം ആഗ്ര ഫോർട്ടും കണ്ട് ഞങ്ങൾ ആഗ്രയോട് വിട പറഞ്ഞ് തിരിച്ച് ഡൽഹിക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര. ഡൽഹിയിൽ ചെന്നിട്ട് അവിടുത്തെ 1-2 ദിവസം ഞങ്ങളുടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ പറഞ്ഞു വേണു. ബൈ.